ഹായ് ഓൾ, നമ്മളിന്ന് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠഭാഗത്തിലെ യൂണിറ്റ് 2-ലെ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് ബൈ ഹെലൻ കെല്ലർ ഈ പാഠഭാഗമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഹെലൻ കെല്ലർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയുടെ ഓട്ടോബയോഗ്രഫിയിൽ നിന്നെടുത്ത ഒരു ഉദ്ധരണിയാണ്. നമ്മൾ പാഠഭാഗം തുടങ്ങുന്നതിന് മുമ്പ് ഒരു 3 പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഹിയർ ആർ സം പീപ്പിൾ ഹു മെയ്ഡ് ഇറ്റ് ബിഗ് എഗെയിൻസ്റ്റ് ഓൾ ഓഡ്സ്. അപ്പോൾ പല പരിമിതികളെയും അതിജീവിച്ച് ജീവിതത്തിൽ വിജയം വരിച്ച ആളുകളുടെ ഫോട്ടോ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആരൊക്കെയാണ് അവർ? സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്, അരുണിമ സിൻഹ, രവീന്ദ്ര ജെയിൻ. ആരാണ് സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്? ബ്രിട്ടീഷ് ഫിസിസിസ്റ്റ്, കോസ്മോളജിസ്റ്റ് ആൻഡ് ഓഥർ. ഒരു ബ്രിട്ടീഷ് ഫിസിസിസ്റ്റാണ്, കോസ്മോളജിസ്റ്റാണ്. കോസ്മോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെ പറ്റി പഠിക്കുന്ന പ്രപഞ്ചശാസ്ത്രജ്ഞൻ. അദ്ദേഹമാണ് സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്. അരുണിമ സിൻഹ, ദ ഫസ്റ്റ് ഫീമെയിൽ അംപൂട്ടി ടു ക്ലൈംബ് മൗണ്ട് എവറസ്റ്റ്. അപ്പോൾ മൗണ്ട് എവറസ്റ്റ് ക്ലൈംബ് ചെയ്യുന്ന ആദ്യത്തെ ഫീമെയിൽ അംപൂട്ടിയാണ്. അംപൂട്ടി എന്ന് പറഞ്ഞാൽ അംഗപരിമിതിയുള്ള, അംഗവൈകല്യമുള്ള ആദ്യത്തെ സ്ത്രീയാണ് അരുണിമ സിൻഹ. രവീന്ദ്ര ജെയിൻ, ഇന്ത്യൻ മ്യൂസിക് കമ്പോസർ, ലിറിസിസ്റ്റ്, പ്ലേബാക്ക് സിംഗർ. രവീന്ദ്ര ജെയിൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ വളരെ ഫേമസ് ആയ ഒരു മ്യൂസിക് കമ്പോസർ, ലിറിസിസ്റ്റ്, അതുപോലെ തന്നെ ഒരു പ്ലേബാക്ക് സിംഗർ കൂടെയാണ്. ഒരു മ്യൂസിക് കമ്പോസറാണ്, ഒരു സംഗീത സംവിധായകനാണ്, ഒരു പാട്ടുകാരനും ഒക്കെയാണ് രവീന്ദ്ര ജെയിൻ. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ആളുകൾ ഇവരൊക്കെ പലതരത്തിലുള്ള വൈകല്യങ്ങൾ ഉള്ളവരായിരുന്നു. അവർ ആ പരിമിതികളെയൊക്കെ അതിജീവിച്ച് ജീവിതത്തിൽ വിജയം വരിച്ച ചുരുക്കം ചില വ്യക്തികളിൽ 3 പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരാളാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ഈ പാഠഭാഗത്തിലെ ഹെലൻ കെല്ലർ എന്ന് പറയുന്ന ആ ഒരു എഴുത്തുകാരി. ഹെലൻ കെല്ലറും അതുപോലെ തന്നെ ഒരു വൈകല്യമുള്ള ഒരാളായിരുന്നു. അപ്പോൾ എന്താണ് അവരുടെ ജീവിതത്തെപ്പറ്റി പറയുന്നത് എന്ന് നമുക്ക് ഈ പാഠഭാഗത്തിലൂടെ നമുക്ക് കാണാം. The story of my life. It is an excerpt from chapter 1 of Helen Keller's autobiography. ഹെലൻ കെല്ലറുടെ ഓട്ടോബയോഗ്രഫിയിലെ ആദ്യത്തെ അധ്യായത്തിലെ അതിൽ നിന്നെടുത്തിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആ പാഠഭാഗം ഒന്നും കൂടെ വായിക്കാം. The story of my life. The beginning of my life was simple and much like every other little life. അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കവും വളരെ ലളിതമായിരുന്നു. എല്ലാവരുടെയും ജീവിതം പോലെ തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കവും വളരെ ലളിതമായിരുന്നു. I came, I saw, I conquered, as the first baby in the family always does. അപ്പോൾ എൻ്റെ കുടുംബത്തിലെ ആദ്യത്തെ കുട്ടിയായിരുന്നു ഞാൻ. ആദ്യം പിറന്ന കുട്ടിയായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ശ്രദ്ധ ഞാൻ ആകർഷിച്ചു. There was the usual amount of discussion on a name for me. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കിടേണ്ട പേരിനെ പറ്റി, എനിക്ക് എന്ത് പേരിടും എന്നതിനെ പറ്റിയൊരു ഡിസ്കഷൻ അന്ന് അവിടെ നടന്നിരുന്നു. The first baby in the family was not to be lightly named. Everyone was emphatic about that. അപ്പോൾ കുടുംബത്തിൽ ആദ്യം പിറന്ന കുട്ടി എന്ന നിലയ്ക്ക് എനിക്ക് നല്ലൊരു പേരിടണം എന്ന് അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും വളരെ ശക്തിയായിട്ട് ആഗ്രഹിച്ചു. എംഫാറ്റിക് എന്ന് പറഞ്ഞാൽ ശക്തിയായിട്ട്, സ്ട്രോങ്. മൈ ഫാദർ സജസ്റ്റഡ് ദ നെയിം ഓഫ് മിൽഡ്രഡ് ക്യാമ്പൽ. അപ്പോൾ എൻ്റെ അച്ഛൻ എനിക്ക് സജസ്റ്റ് ചെയ്ത പേരെന്ന് പറയുന്നത് മിൽഡ്രഡ് ക്യാമ്പൽ എന്നുള്ളതായിരുന്നു. ഷീ വാസ് വൺ ഓഫ് അവർ ഹൈലി എസ്റ്റീംഡ് ആൻസിസ്റ്റേഴ്സ്. അപ്പോൾ ഞങ്ങളുടെ പൂർവികരായിട്ടുള്ള, വളരെ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു പൂർവികരായിട്ടുള്ള ഒരാളുടെ പേരായിരുന്നു
Mildred Campbell. But in the excitement of carrying me to church, my father forgot the name on the way. അപ്പോൾ എന്നെ പള്ളിയിൽ കൊണ്ടുപോകുന്ന ആ തിരക്കിൽ, അല്ലെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ, ആ ഒരു സന്തോഷത്തിൽ പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക്, അല്ലെങ്കിൽ പള്ളിയിലെത്തിയപ്പോഴേക്കും ആ പേര്, അച്ഛൻ കണ്ടുവച്ചിരുന്ന ആ പേര് അച്ഛൻ തന്നെ മറന്നുപോയി. When the church minister asked him for it, he gave the name Helen Adams. അപ്പോൾ പള്ളിയിലെത്തിയപ്പോൾ പള്ളിയിലെ അച്ഛൻ ചോദിച്ചു ഏത് പേരാണ് ഇടേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് അവളുടെ അച്ഛൻ പറഞ്ഞത് ഹെലൻ ആദംസ് എന്ന പേരായിരുന്നു. I showed many signs of an eager, self-asserting disposition when I was still a baby. അപ്പോൾ ഞാൻ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ എല്ലാത്തിനോടും താല്പര്യമുള്ള, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ധൈര്യമായിട്ട് മറ്റുള്ളവരോട് സംസാരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ. കുഞ്ഞു പ്രായത്തിൽ തന്നെ ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു. I insisted upon imitating everything that I saw other people doing. അങ്ങനെ ഞാൻ പതിയെ മറ്റുള്ളവരെ ചെയ്യുന്നതൊക്കെ കാണുകയും അതൊക്കെ നിരീക്ഷിക്കുകയും അതൊക്കെ പതുക്കെ അനുകരിക്കാനും ഒക്കെ ഞാൻ ശ്രമിച്ചിരുന്നു. At 6 months I could pipe out howdy. അപ്പോൾ എനിക്ക് 6 മാസം പ്രായമുള്ളപ്പോൾ തന്നെ ഞാൻ മറ്റുള്ളവരോടൊക്കെ ഹൗഡി എന്ന് പറയുമായിരുന്നു. ഹൗഡി എന്ന് പറഞ്ഞാൽ എന്താ? ഹൗ ഡു യു ഡു അതിൻ്റെ ഷോർട്ട് ഫോമാണ് ഹൗഡി. അങ്ങനെ ഞാൻ 6 മാസം പ്രായമായപ്പോൾ തന്നെ ഞാൻ മറ്റുള്ളവരോട് അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന, അല്ലെങ്കിൽ അവരോട് ഹൗഡി എന്നൊക്കെ ചോദിക്കുന്ന, അവരോട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. One day I attracted everyone's attention by saying TTT quite plainly. ഒരു ദിവസം ഞാൻ TTT ചായ TTT എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും അറ്റൻഷൻ ഞാൻ അന്ന് പിടിച്ചു പറ്റി. Even after my illness, I remembered one of the words I had learned in these early months. അപ്പോൾ മറ്റൊരു വേർഡ് ഞാൻ ഓർക്കാറുണ്ടായിരുന്നു. It was the word water. I continued to make some sound for that word. After all, other speech was lost. അപ്പോൾ ഞാൻ വാട്ടർ എന്ന് പറയുന്ന സൗണ്ട്, എൻ്റെ സംസാരശേഷിയൊക്കെ നഷ്ടപ്പെട്ടപ്പോഴും വാട്ടർ എന്ന് പറഞ്ഞ സൗണ്ട് ഞാൻ എപ്പോഴും പറയാൻ ശ്രമിക്കുമായിരുന്നു. I stopped making the sound wow wow only when I learned to smell the word. അപ്പോൾ എനിക്കൊന്ന് സംസാരിക്കാനുള്ള കഴിവൊന്നുമില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്? വാട്ടർ എന്ന് ഞാൻ വാ എന്നൊക്കെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. പക്ഷേ പിന്നീട് എനിക്ക് വാട്ടറിൻ്റെ സ്പെല്ലിംഗ് ഞാൻ പഠിച്ചപ്പോൾ ഞാൻ അങ്ങനെ വാ എന്ന് പറയുന്നത് ഞാൻ അവസാനിപ്പിച്ചു. They tell me I walked the day I was a year old. മറ്റുള്ളവരോടൊക്കെ ഞാൻ വലുതായപ്പോൾ മറ്റുള്ളവരോടൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ 1 വയസ്സ് ഉള്ളപ്പോൾ തന്നെ നടക്കാൻ തുടങ്ങി. My mother had just taken me out of the bathtub and was holding me in her lap. ഒരു ദിവസം എൻ്റെ അമ്മ എന്നെ കുളിപ്പിക്കുകയും എന്നെ ആ കുളിത്തൊട്ടിയിൽ നിന്ന് എന്നെ എടുത്ത് മടിയിൽ ഇരുത്തിയിരിക്കുകയായിരുന്നു. I was suddenly attracted by the flickering shadows of leaves that danced in the sunlight on the smooth floor. അപ്പോൾ എന്നെ കുളിത്തൊട്ടിയിൽ നിന്നെടുത്ത് മടിയിൽ ഇരുത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സൂര്യപ്രകാശത്തിൽ അവിടെ ഉണ്ടായിരുന്ന ചെടികളുടെ ഇലകൾ ഒക്കെ അനങ്ങുന്നതും അതിൻ്റെ നിഴലുകളൊക്കെ അനങ്ങുന്നതും ഒക്കെ ഞാൻ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. I slipped from my mother's lap and almost ran towards them. ഞാൻ പെട്ടെന്ന് തന്നെ അമ്മയുടെ മടിയിൽ നിന്ന് ഊഴ്ന്നിറങ്ങി ആ നിഴലുകളുടെയും ഇലകളുടെയും അടുത്തേക്കൊക്കെ പോകാൻ ശ്രമിച്ചു. But the impulse was quickly gone. I fell down and cried for her to take me up in her arms. പക്ഷെ പെട്ടെന്ന് എൻ്റെ ആഗ്രഹം അവസാനിച്ചു. കാരണം ഞാൻ പെട്ടെന്ന് അവിടെ വീഴുകയും അപ്പോൾ ഉടൻ തന്നെ
അമ്മ എന്നെ എടുക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. These happy days did not last long, just 1 year. One brief spring when the robin and the mockingbird sang their melodious songs. അപ്പോൾ എൻ്റെ ചെറുപ്രായത്തിലുള്ള കാര്യങ്ങളാണ്, അതായത് ജനിച്ചപ്പോഴുള്ള കുറച്ച് മാസത്തെ കാര്യങ്ങളാണ് ഇത്രയും നേരം പറഞ്ഞത്. അപ്പോൾ അത് വളരെ സന്തോഷം നിറഞ്ഞതായിരുന്നു. പക്ഷേ ഇത് അധികകാലം നീണ്ടു നിന്നില്ല. കൂടിപ്പോയ ഒരു വർഷം. ഒരു ബ്രീഫ് സ്പ്രിംഗ് കടന്നുപോയി. റോബിൻ ആൻഡ് മോക്കിംഗ് ബേർഡ് സാങ് ദെയർ മെലോഡിയസ് സോങ്. അപ്പോൾ സ്പ്രിംഗ് കാലഘട്ടത്തിലാണ് ഈ പക്ഷികളൊക്കെ നല്ല നല്ല പാട്ടുകൾ പാടുന്നത്, അല്ലേ? റോബിൻ, മോക്കിംഗ് ബേർഡ് ഇതൊക്കെ പാട്ടുകൾ പാടുന്ന തരം പക്ഷികളാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്പ്രിംഗ് എൻ്റെ ജീവിതത്തിൽ കടന്നുപോയി. അത് കഴിഞ്ഞൊരു സമ്മർ വിത്ത് ഇറ്റ്സ് ബ്ലൂമിങ് റോസസ് ആൻഡ് ഫ്രൂട്ട്സ്. അപ്പോൾ റോസുകളും നല്ല റോസാപ്പൂവും അതുപോലെ തന്നെ വിവിധതരം പഴങ്ങളുമൊക്കെ വിളഞ്ഞു നിൽക്കുന്ന സമ്മർ സീസണും എൻ്റെ ജീവിതത്തിൽ കടന്നുപോയി. ആൻഡ് ഓട്ടം വിത്ത് ഇറ്റ്സ് ഗോൾഡൻ ഫ്രൂട്ട്സ് ആൻഡ് ഷെഡിങ് ലീവ്സ്. പഴങ്ങളും അതുപോലെ പൊഴിയുന്ന ഇലകളും ഒക്കെയുള്ള ഒരു ഓട്ടം സീസണും എൻ്റെ ജീവിതത്തിൽ കടന്നുപോയി. അങ്ങനെ അവസാനം ഒരു ഫെബ്രുവരി ആയപ്പോൾ, ഇറ്റ് ഹാപ്പൻഡ് ഇൻ ഫെബ്രുവരി ഇൻ ദ മിഡിൽ ഓഫ് വിൻ്റർ. ആ സമയത്ത്, തണുപ്പ് കാലത്ത്, ഒരു ഫെബ്രുവരിയിൽ ഐ വാസ് സ്ട്രക്ക് ബൈ ദ ഇൽനെസ് വിച്ച് ക്ലോസ്ഡ് ബോത്ത് മൈ ഐസ് ആൻഡ് ഇയേഴ്സ് ഫോർ എവർ. പെട്ടെന്ന് ഒരു തണുപ്പ് കാലത്ത് ഞാൻ വലിയൊരു അസുഖത്തിന് അടിമപ്പെട്ടു. അതുമൂലം എനിക്ക് കാഴ്ചശക്തിയും കേൾവിശക്തിയും ഒക്കെ നഷ്ടമായി. The doctor thought I would not live, but early one morning the fever left me. അപ്പോൾ ഡോക്ടറൊക്കെ ഞാൻ അധികകാലം ജീവിക്കില്ല എന്നാണ് പറഞ്ഞത്. എല്ലാവരും അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷേ ഒരു ദിവസം, ഒരു പ്രഭാതത്തിൽ എൻ്റെ അസുഖം എന്നെ വിട്ടുപോയി. There was great rejoicing in the family that morning. അപ്പോൾ എല്ലാവരും വളരെ സന്തോഷിച്ചു. But no one, not even the doctor, knew that I would never see or hear again. പക്ഷെ അപ്പോൾ ആരും വിചാരിച്ചിരുന്നില്ല, കാരണം ഇവൾക്ക് എന്നേക്കുമായി കാഴ്ചശക്തിയും കേൾവിശക്തിയും നഷ്ടപ്പെട്ടു. അവൾക്കിനി കാണാനോ കേൾക്കാനോ കഴിയില്ല എന്നൊന്നും ആരും അപ്പോൾ കരുതിയിരുന്നില്ല. അവളുടെ പനി പെട്ടെന്ന് പോയി, പക്ഷെ എന്നാലും അവളുടെ കാഴ്ചശക്തിയും കേൾവിശക്തിയും ഒന്നും അവൾക്ക് തിരിച്ചു കിട്ടിയില്ല. I fancy I still have confused memories of that illness. അപ്പോൾ ഞാൻ ഇപ്പോഴും സങ്കല്പിക്കാറുണ്ട്, എനിക്ക് വലിയ ഓർമ്മകളൊന്നുമില്ല, വളരെ ചെറിയ ഓർമ്മകൾ മാത്രമേ എൻ്റെ അസുഖത്തെപ്പറ്റി, എൻ്റെ ആ ചെറുപ്പകാലത്തെ ആ അസുഖത്തെപ്പറ്റി എനിക്ക് വളരെ ചെറിയ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. I especially remember the tenderness with which my mother tried to soothe me in my waking hours. അപ്പോൾ പിന്നീടുള്ള പല പ്രഭാതങ്ങളിലും എൻ്റെ അമ്മ എന്നെ ആശ്വസിപ്പിക്കുന്നത് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ടായിരുന്നു. I also remembered the pain and confusion with which I woke up after a disturbed sleep. അപ്പോൾ ഞാൻ ഓരോ പ്രഭാതത്തിലും ഉറക്കം എണീറ്റ് ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വേദനയും ആ ഒരു കൺഫ്യൂഷനും ഒക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. I turned my eyes away from the once loved light. അപ്പോൾ മുമ്പൊക്കെ എനിക്ക് പ്രകാശം ഇഷ്ടമായിരുന്നു, പക്ഷെ ഇപ്പോൾ ഞാൻ പ്രകാശത്തിൽ നിന്നൊക്കെ തിരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. But except for these fleeting memories, it seems all very unreal, like a nightmare. അപ്പോൾ ഈ ചെറിയ ഓർമ്മകളെ അപേക്ഷിച്ച് എല്ലാം എനിക്കൊരു ദുസ്വപ്നം പോലെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. Gradually I got used to the silence and darkness that surrounded me. അങ്ങനെ പതിയെ പതിയെ ഞാൻ എൻ്റെ ചുറ്റുമുള്ള നിശബ്ദതയിലേക്കും അതുപോലെ തന്നെ ഇരുട്ടിലേക്കും ഒക്കെ പൊരുത്തപ്പെട്ടു. I forgot completely that it had all been very different. അപ്പോൾ എനിക്കെന്തോ സംഭവിച്ചു, എല്ലാം മാറി മറിഞ്ഞു എന്നൊക്കെ ഞാൻ ചിന്തിക്കുന്നത് നിർത്തി.
ഞാൻ അതൊക്കെ മറന്നു. ഞാനിപ്പോൾ എൻ്റെ പുതിയ അവസ്ഥയുമായി പൊരുത്തപ്പെട്ടു. ഇറ്റ് വാസ് മൈ ടീച്ചർ ഹൂ ചേഞ്ച്ഡ് എവറിത്തിങ് ആൻഡ് സെറ്റ് മൈ സ്പിരിറ്റ് ഫ്രീ. അപ്പോൾ അതിനെന്നെ സഹായിച്ചത് എൻ്റെ ഒരു ടീച്ചറാണ്. ആ ടീച്ചറാണ് എന്നെ സ്വതന്ത്രയാക്കിയത്. ബട്ട് ദ ഫസ്റ്റ് 19 months ഓഫ് മൈ ലൈഫ് ഹാഡ് ബീൻ ഡിഫറെൻറ്റ്. പക്ഷേ ആദ്യത്തെ 19 മാസം, എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ 19 മാസം വളരെ വ്യത്യസ്തമായിരുന്നു. ഐ ഹാഡ് കോട്ട് ഗ്ലിംസസ് ഓഫ് ബ്രോഡ് ഗ്രീൻ ഫീൽഡ്സ്, എ ലൂമിനസ് സ്കൈ, ട്രീസ് ആൻഡ് ഫ്ലവേഴ്സ്. അപ്പോൾ ആദ്യത്തെ 19 മാസം വളരെ ഹാപ്പി ആയിരുന്നു. ഞാൻ എല്ലാ കാര്യങ്ങളും കണ്ട് ആസ്വദിച്ചു. ചുറ്റുമുള്ള വയലുകളും തിളങ്ങുന്ന ആകാശവും മരങ്ങളും പൂക്കളും ആ പ്രകൃതിയെല്ലാം ഞാൻ കണ്ട് വളരെയധികം ആസ്വദിച്ചിരുന്നു. ദ ഡാർക്ക്നെസ് ദാറ്റ് ഫോളോഡ് കുഡ് നോട്ട് വോളി ബ്ലോട്ട് ദം ഔട്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഇരുട്ടാണെങ്കിലും പഴയ മെമ്മറികൾ, പഴയ ആ സുന്ദരമായ കാഴ്ചകളും ഓർമ്മകളും ഒന്നും തന്നെ അത് തുടച്ചു നീക്കപ്പെട്ടിട്ടില്ല. അത് തുടച്ചു നീക്കാൻ ഒന്നിനും സാധിച്ചിട്ടില്ല. അതിപ്പോഴും എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട് എന്നാണ് തൻ്റെ ഓട്ടോബയോഗ്രഫിയിലൂടെ പറയുന്നത്. എത്രയൊക്കെ വൈകല്യങ്ങൾ ഉണ്ടെങ്കിലും എന്തൊക്കെ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കണം. നമ്മൾ അതിനോട് പൊരുത്തപ്പെട്ട് പോസിറ്റീവായിട്ട് നമ്മൾ ഇരിക്കണം എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ ഹെലൻ കെല്ലർ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആരാണ് ഹെലൻ കെല്ലർ? ഹെലൻ കെല്ലർ വാസ് ബോൾഡ് ഇൻ അലബാമ, USA. She lost her sight and hearing 19 months after birth due to an undiagnosed brain disease. അപ്പോൾ ഹെലൻ കെല്ലർ അലബാമ, USA, അമേരിക്കയിലാണ് ജനിച്ചത്. ജനിച്ച് 19 മാസങ്ങൾക്ക് ശേഷം ഒരു തലച്ചോറിലുള്ള ഒരു അസുഖം കാരണം അവൾക്ക് കാഴ്ചയും കേൾവിയും നഷ്ടപ്പെട്ടു. ഷീ വെൻറ്റ് ഓൺ ടു ബിക്കം എ ഫസ്റ്റ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ ടു ഗ്രാജുവേറ്റ് ഇൻ അമേരിക്ക. പക്ഷേ അവൾ തളർന്നില്ല. അവളായിരുന്നു അമേരിക്കയിൽ ആദ്യമായിട്ട് ഗ്രാജുവേഷൻ നേടിയ അല്ലെങ്കിൽ ഒരു ബിരുദമെടുത്ത ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ. She was considered one of the 100 most influential people in the country. Today, Helen Keller is a symbol of determination, endurance, and struggle. Her autobiography, The Story of My Life, is a record of her struggles and success. അപ്പോൾ അവളുടെ ഡിറ്റർമിനേഷനും സഹനശക്തിയും അവളുടെ പോരാട്ടവും ഒക്കെ ഇപ്പോഴും എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. അവളുടെ ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള സ്റ്റോറി ഓഫ് മൈ ലൈഫ്സ് അവളുടെ സ്ട്രഗിൾസിൻ്റെയും സക്സസിൻ്റെയും ഒക്കെ ഒരു റെക്കോർഡാണ്. അതൊക്കെ വിവരിക്കുന്ന ഒരു പുസ്തകമാണ് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലായെന്ന് കരുതുന്നു. ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. ചാപ്റ്റർ എല്ലാവരും നന്നായി വായിക്കുക. അപ്പോൾ അതിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇനി നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ഹെലൻ ഗെറ്റ് ഹെർ നെയിം? ഹൗ ഡിഡ് ഹെലൻ ഗെറ്റ് ഹെർ നെയിം? When the church minister asked for the name, her father suggested Helen Adams as her name. Why does Helen say he showed many signs of a eager, self-asserting disposition? Answer, she insisted upon imitating everything she saw other people doing. Why didn't Helen happy days last long? Why didn't Helen happy days last long? When she was 19 months old, she was struck by an illness that closed her eyes and ears forever. What tragedy struck her in February? In February, she was struck by an illness which made her completely blind and deaf. Next question. Why were the first 19 months of Helen Keller's life different? How was
her first 19 months of life different. The first 19 months of Helen Keller's life were different because she had eyesight and ability to hear.